കണ്ണൂർ കല്യാട്ട് കവർച്ച നടന്ന വീട്ടിലെ യുവതിയെ കർണാടകയിലെ ലോഡ്ജിൽ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് അറസ്റ്റിലായി. ഹുൻസൂർ സ്വദേശി സിദ്ധരാജുവിനെയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ നിന്ന് കാണാതായ സ്വർണവും പണവും എവിടെയെന്ന് അറിയില്ലെന്നാണ് സിദ്ധരാജു പോലീസിന് മൊഴി നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട് സ്വദേശി സുമതയുടെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയത്. സുമതയുടെ മകന്റെ ഭാര്യ ദർശിത സംഭവ ദിവസം സ്വദേശമായ കർണാടകയിലെ ഹുൻസൂരിലേക്ക് പോയത് സംശയത്തിനിടയാക്കി. തുടർന്ന് ദർശിതയെ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇന്നലെയാണ് ദർശിതയെ കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ദർശിതയെ സുഹൃത്ത് സിദ്ധരാജു ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്ത ഡിറ്റനേറ്റർ ബലമായി യുവതിയുടെ വായിൽ തിരികെ ശേഷം സ്ഫോടനം നടത്തുകയായിരുന്നു. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതും ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകാൻ ദർശിത തീരുമാനിച്ചതുമാണ് കൊലപാതകത്തിന് പ്രേരണയായത്. ദർശിതയെ സ്വർണവും പണവും കവർന്നെടുക്കാൻ പ്രേരിപ്പിച്ചത് സിദ്ധരാജുവാണെന്ന് കുടുംബം ആരോപിക്കുന്നു. അയാൾ ചിലപ്പോൾ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സ്വർണവും പണവും എല്ലാം ഉണ്ടെങ്കിലും എടുത്തിട്ട് വാങ്ങാനും മാത്രമായിരിക്കും പോയിട്ടുണ്ടാവും. അങ്ങനെ അതാണ് അത് കൈക്കലാക്കാൻ ദർശിതനെ കൊലപ്പെടുത്തുക അങ്ങനെയാണോ സംശയിക്കുന്നത്? അങ്ങനെ ആയിരിക്കും. 3 വേഗം കൊണ്ടുപോയി. സാക്ഷികളുണ്ട്. ഇപ്പോൾ 2 വേഗം അവിടെ എത്തിയിട്ടുള്ളൂ. എന്നാൽ കവർച്ചയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് സിദ്ധരാജു പോലീസിന് നൽകിയ മൊഴി. കർണാടകയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം സിദ്ധരാജുവിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. മീഡിയ 1 കണ്ണൂർ.